നമ്മൾ കണ്ട അടുത്ത സൈറ്റ് കാട്ടുപോത്താണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കാട്ടുപോത്തെന്ന് പറയുമെങ്കിൽ ഇത് കാട്ടിയാണ്. നമ്മുടെ നാട്ടിൽ കാട്ടുപോത്തില്ല, പക്ഷേ കാട്ടിയാണ്. വലിയൊരു കാട്ടുപോത്ത്. അതിൻ്റെ മസിലൊക്കെ കണ്ടോ, എന്തൊരു മസിലാണെന്ന് നോക്കി. ഒരു രക്ഷയില്ല, കീഴടുക്ക സാധനം. നമ്മൾ കോന്നി റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ അങ്ങേ കരയിൽ ആന നിൽക്കുന്നുണ്ടോ, കണ്ടോ? അവിടെ 5 ആന നിൽപ്പുണ്ട്. എന്തായാലും നമുക്കതൊന്ന് കണ്ടാലോ. 5 ആനയും ഒരു കാട്ടുപോത്ത് നിൽപ്പുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. കണ്ടോ, അയാൾ അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. 5 ആനയുണ്ട്. ആ കൂട്ടത്തിൽ 5 ആന മൊത്തത്തിലുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് കാണും. ഈ ഒരു കോന്നി റൂട്ടിൽ പോയ ആനയെ കാണത്തില്ലെന്ന് ആരാ പറഞ്ഞത്? കണ്ടോ, ചെമ്പനരുവിയിൽ നിന്ന് വരുന്ന വഴിയാണ്. ചെമ്പനരുവിയിൽ നിന്ന് വരുന്ന വഴിയാണ്. ആ വരുന്ന വഴിയിൽ ഒറ്റയാനവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. തൊട്ട് ബാക്കിലൊക്കെ ഒരുപാട് ഈ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അവൻ തന്നെ ആണോ കമ്പുകളൊക്കെ പിടിച്ചൊടിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അവൻ കാട്ടിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. കുറേ നേരം അതിൻ്റെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ, കാരണം നല്ലൊരു സൈറ്റിങ്സിലാണ് ഈ ഒരു ആന നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഡേഞ്ചർ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു ആന നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അതവിടെ തിന്നുന്നത് നോക്കി നമ്മൾ നിന്ന്. അതായത് ഈ ഒരു ആറിന് മറുകരയാണ് ഈ ആന നിൽക്കുന്നത്. അത് 3-4 ഉണ്ട്, പക്ഷേ അതിനെ നമുക്ക് ഒരെണ്ണത്തെ മാത്രമേ ഇപ്പം നേരിട്ട് കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം അതിൻ്റെ ആ ഒരു തീറ്റ ഞങ്ങളിങ്ങനെ എടുക്കുകയുണ്ടായി. എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു സമയത്ത്. അതും നല്ല ലൈറ്റിങ്ങും ഉണ്ടായിരുന്നു. നല്ല ലൈറ്റിങ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആനയെ നല്ല വൃത്തിയായിട്ട് എടുക്കാനും പറ്റി. വേറെ ഡേഞ്ചർ ഏരിയ ഒന്നുമില്ല, നല്ല വെളിം പ്രദേശമായതുകൊണ്ട് നമ്മളൊരുപാട് സമയം നിന്ന് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സൈറ്റിങ്സും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. മനോഹരമായ ഒരുപാട് പക്ഷികളെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ പുറകെ കാണാൻ നമുക്ക്. അങ്ങനെ ഞങ്ങൾ ആനയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടരികിലായിട്ട് തത്തമ്മയുടെ കരച്ചിലാണ്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് നോക്കിയപ്പോഴാണ് ആ മരത്തിലൊരു തത്തമ്മ അതിൻ്റെ പൂവും അതിൻ്റെ കായൊക്കെ കൊത്തി തിന്നുന്ന ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. ഇതേത് ഇനത്തിലുള്ള തത്തയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ചുണ്ട് മാത്രം ചുവന്നയാണ്. അപ്പോൾ കാട്ടുപോത്തിനെ നമ്മൾ കണ്ടു. അല്ല കാട്ടുപോത്ത് അവിടെ കൊണ്ട് കേട്ടോ, കണ്ടോ? കാട്ടുപോത്ത് ആനയെ നേരത്തെ നേരം ആനയാണ് വിളിക്കുന്നത്. തൊട്ട് താഴെ തന്നെ കാട്ടുപോത്ത് നിൽപ്പുണ്ട്. അവിടെ ഈ ബ്ലാക്ക് കാണുന്നത് കാട്ടുപോത്താണ്. അതുകൊണ്ട് ഈ ബ്ലാക്ക് കാണുന്നത് കാട്ടുപോത്താണ്, പക്ഷേ ക്ലിയർ അല്ല നമ്മുടെ വേണ്ട. പക്ഷെ തൊട്ട് മേളിൽ ആനയും കാട്ടുപോത്ത് നേരെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒന്നിലധികം ആനയുണ്ട്. ഏകദേശം ഒരു 3-4 ആനയോളം അടുപ്പിച്ചിട്ട്. അതും അടുത്ത ആന കാണിച്ചു. സുഹൃത്തുക്കളെ ഏതാണ്ടോ കാട്ടുപോത്ത് എന്ന് മെയിനാണ്ടോ. കാട്ടുപോത്തും അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം. ആനയും കാട്ടുപോത്തും അടുക്കിയാണ് നിൽക്കുന്നത്. കിട്ടിയോടാ? ആനയുടെ വീഡിയോസുകൾ ഒരുപാട് നമ്മൾ നേരെ നിന്ന് ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ വഴിനീളെ ആനപ്പിണ്ടവും അതുപോലെ തന്നെ ഈ മരങ്ങളെല്ലാം വലിച്ചൊടിച്ചിട്ടിരിക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ അടുത്തൊരു സൈറ്റ് കണ്ടത്
മനോഹരമായ ഒരു ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു മരം, അതിലൊരുപാട് പക്ഷികൾ, കാക്ക, പരുന്ത്, അങ്ങനെ ഒരുപാട് പക്ഷികളിരിക്കുന്ന ആ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച. അതിലൊരു പരുന്തിരിപ്പുണ്ട്. അതും ഈ ഒരു കാനന ഭംഗിയുടെ ഇതിൽ കാണുമ്പോൾ മനോഹരമാണ്. നമുക്ക് ആസ്വദിക്കാം. നമുക്ക് കാണുന്ന ഓരോ കാഴ്ചകളും അത് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ക്യാമറയിൽ ഒപ്പിയെടുത്ത് ആ പരുന്ത് അവിടെ നിന്ന് പറന്ന് പോകുന്ന ഒരു കാഴ്ച, മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോഴാണ് അച്ചൻകോവിൽ ആറിൽ ഇറങ്ങി നിന്ന് വെള്ളം കുടിക്കുന്ന കാട്ടികളെ കണ്ടത്. നമ്മളിവിടെ നിൽക്കുന്നത് അത് ശ്രദ്ധിക്കുന്നുണ്ട്. മൊത്തം 3 കാട്ടുപോത്തുണ്ട്. ഇത് കാട്ടുപോത്തല്ല, ഇത് കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കാട്ടുപോത്തില്ല, ഇത് കാട്ടിയാണ്. അത് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് അവ ഇങ്ങോട്ട് നോക്കി നിൽക്കുക കേട്ടോ. കുറേ നേരമായിട്ട് നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യാൻ. നമ്മൾ പോകുന്ന വഴി കാട്ടുപോത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടരികിലായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ ഒരു ചിത്രശലഭം തേൻ കുടിക്കുന്നത് കണ്ടത്. അതും ഇതിനിടയ്ക്ക് ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് തന്നത്. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. നിങ്ങൾ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ അന്യായ സാധനം അറിയപ്പെടുന്നു. ഒറിജിനൽ കാട്ടുപോത്ത് വിടില്ല. അതിൻ്റെ എല്ലാ സങ്കരീനങ്ങളാണ്, വ്യത്യസ്തമായ പേരുകളാണ്. ഇത് ഈ ഫോണിൻ്റെ പോലെ ഫാനൊക്കെ ഉണ്ടോ? നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ഥലമുണ്ട്, മണ്ണാറപ്പാറ ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പ്. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടുത്തിട്ട് ഒരുപാട് മൈന കിറുകണത്തി എന്നൊക്കെ പറയുന്നത്. നല്ല രസമുണ്ടല്ലേ, അടിപൊളി. ഒരുപാട് ഉണ്ട്. ഓ, എല്ലാം കൂടെ പറന്നു പോയി. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ് എല്ലാം കൂടെ. ഈ ഒരു പാലത്തിലൊക്കെ നമുക്ക് കയറി കുറച്ച് നേരം നിൽക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ സേഫായിട്ടുള്ള സ്ഥലമാണ്. നല്ല ഈരക്കാടുകളൊക്കെ ഉണ്ട്. ഈരക്കാടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഏത് സമയവും ആനകളൊക്കെ വരും. നല്ല അടിപൊളി. മണ്ണാപ്പാറ ഫോറസ്റ്റ് ക്യാമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴാണ് നമ്മൾ കാട്ടിലെ പൂവൻകോഴിയെ കണ്ട. മനോഹരമായ അങ്കവാലുള്ളപ്പോഴും പെട്ടെന്ന് അങ്ങ് മാറി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫോറസ്റ്റ് ക്യാമ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ 2 മയിലുകൾ. നമ്മൾ മയിലുകളെ എപ്പോഴും കാണുന്നതാണെങ്കിലും നമുക്ക് ഈ വനത്തിൽ വെച്ച് മയിലുകളെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അതാണ് നമുക്കിപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ വനത്തിലുള്ളതും നമ്മുടെ നാട്ടിലിറങ്ങി നടക്കുന്നതും തമ്മിൽ രണ്ട് കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. എന്തായാലും അതും ഈ ഒരു ഫ്രെയിമിൽ ഉൾക്കൊണ്ടു ഈ ഒരു യാത്രയിൽ മയിലിനെ കാണുക എന്നുള്ളത് അതൊരു വേറൊരു കാഴ്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ, ജോലിക്കായിട്ട് പോയി വരുന്നവരാണ്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മൊത്തവും ഈ
കരടിയുടെ ഒരു വാസസ്ഥലമുള്ള ഏരിയയാണ്. ഒരുപാട് ചിതൽപ്പുറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കരടികളെയൊക്കെ കാണാറുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആരും ഇവിടൊക്കെ ഇറങ്ങി നിൽക്കാതെ ഇരിക്കുക. നടന്ന് കയറി പോവുക. ഈ അവൻ്റെ പോക്ക് കണ്ടോ, മനോഹരമാണ്. അവൻ കയറി പോകുന്ന പോക്ക് കണ്ടോ, അവൻ തിരിഞ്ഞു നോക്കുന്ന കേട്ടോ, നമ്മളെ തിരിഞ്ഞു നോക്കുക. ഒരു രക്ഷയില്ല. എന്തൊരു വലിയ സംഭവം നോക്കി. ഒറ്റയാന കേട്ടോ, ഇതിൻ്റെ കൂടെ വേറെ ആരുമില്ല. ഒറ്റയാനായിട്ട് നിൽക്കുകയാണ്. കയറി പോകുന്നുണ്ടോ, ഒരു രക്ഷയില്ല. കയറി പോകുന്നുണ്ടോ. അടിപൊളി. എന്തൊരു മസിൽ വരുന്നതാണ്. അവൻ ജിമ്മിലൊന്നും പോകത്തില്ല, പക്ഷേ ഇത്രയും മസിൽ കണ്ടോ അവൻ്റെ. അങ്ങോട്ട് പോവുക. സൈറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു പക്ഷിയാണ്. ഈ ഒരു പക്ഷി ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങോട്ട് കുയിലുമല്ല, ഉക്കനല്ല, അങ്ങനെയുള്ള ഇത് ഏത് പക്ഷിയാണെന്ന് എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തൊരു ഒരു പേര് പറയല്ലോ, പാതിരപ്പക്ഷിയോ അങ്ങനെ കണ്ട് പറയുന്നൊരു പക്ഷിയാണോ എന്ന് എനിക്കൊരു സംശയം. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അറിവ് ഞങ്ങളിലേക്കൊന്ന് പങ്കുവയ്ക്കുക. എന്തായാലും അതാണ് അടുത്തൊരു സൈറ്റിങ്സായിട്ട് കണ്ടത്. എന്നാൽ നമ്മൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൈറ്റിങ്സ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഈ ഒരു ആറിൻ്റെ സൈഡ്. ഇവിടെ നല്ല വെളിച്ചമൊക്കെ ഉള്ള സൈഡാണ്. കൂടുതൽ ആൾക്കാരും വന്നാൽ ഇവിടെ പാർക്ക് ചെയ്യുന്ന ഒരു സൈഡാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു സൈറ്റ് വന്നിട്ടുണ്ട്. ആറിനോട് ചേർന്നുള്ളൊരു സൈറ്റാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് വളരെ വലിയ പുല്ലുകളുണ്ട്. അപ്പോൾ തന്നെ ഇതാണ്ട് ഈ ഒരു മണൽത്തിട്ടയിലൂടെ ഈ ആനയും കാട്ടുപോത്തും മ്ലാവുകളും ഒക്കെ നടന്നതിൻ്റെ പാടുകൾ നമുക്ക് കാണാം. കണ്ടോ, ഒന്നിനുണ്ടല്ലോ എത്ര എണ്ണോ നടന്നതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. നോക്കി എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് അറിയാമോ. ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സമയത്ത് കണ്ടില്ല. പക്ഷേ നമ്മൾ അതിന് വരെ നമുക്ക് ഒരുപാട് സൈറ്റിൽ നമുക്ക് ഈ ഒരു ഐറ്റങ്ങളെ കണ്ടിട്ടുണ്ട്. അടുത്ത സൈറ്റിങ്സ് എന്ന് പറയുന്നത് വേഴാമ്പലാണ്. ഈ ഒരു മരത്തിൻ്റെ മുകളിലാണ് ഈ കാകളെല്ലാം അത് കഴിക്കുന്ന ഒരു കാഴ്ചയാണ്. 3-4 വേഴാമ്പലുകൾ ഇതിന് ഉയരത്തിലുണ്ട്. പക്ഷേ നമുക്ക് ഇച്ചിരി വെട്ടക്കുറവുണ്ടായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. എന്നാലും അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഡോറടിക്കണ്ട. വേറെ എന്തിൻ്റെ സൗണ്ട്. സാറേ ഇപ്പുറത്തെ സൈഡിൽ പോകും, നല്ലോണം കാണാൻ.